മുരിങ്ങയില തോരൻ വെക്കാൻ പോവാണ്. തേങ്ങയൊന്നുമില്ലാത്ത തോരൻ. അപ്പം അത് മുരിങ്ങയില നമുക്ക് എടുക്കാൻ ഭയങ്കര പാടല്ല. അപ്പം അത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മുരിങ്ങയില എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ആ വലിയ തണ്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ ഒരു കവറിനകത്ത് എടുത്തിടുക. കവറിനകത്തിട്ട് അതിങ്ങനെ റബ്ബർ ബാൻഡോ കെട്ടി അങ്ങ് വെച്ചിരിക്കുക. ഒരു നൈറ്റ് കഴിയുമ്പോൾ ഇത് നെക്സ്റ്റ് ഡേ നോക്കുമ്പോഴത്തേന് ഇതിങ്ങനെ ഇളക്കി കിടക്കും. അപ്പോൾ അത് ഭയങ്കര എളുപ്പമാണ്. എന്നിട്ട് അതിൻ്റെ വലിയ വലിയ തണ്ടുകൾ എടുത്ത് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഉള്ള തണ്ടുകൾ മാറ്റി കൊടുക്കുക. ബാക്കി ഏകദേശമൊക്കെ ഊന്ന് വീണിട്ടുണ്ട്. അപ്പോൾ അത് എളുപ്പമാണ് ചെയ്യാൻ. അപ്പം ഞാനിത് എങ്ങനെ തോരൻ വെക്കുന്നത്? അപ്പം ഞാൻ വെക്കുന്നത് തേങ്ങ ഇല്ലാതാണ്. അപ്പം ഞാനത് ഒരുക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും തണ്ടേ കിട്ടിയുള്ളൂ. കണ്ടോ? അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരുക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്ന നേരത്തെ പറഞ്ഞതുപോലെ ചെയ്ത് വെക്കാമെങ്കിൽ. കണ്ടോ? അപ്പം ഇത് കഴുകിയെടുക്കുക. കാരണം നമ്മൾ പറമ്പിലൊക്കെ നിന്നാലേ വല്ല കീടങ്ങളോ പാറ്റയോ വല്ലിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. അപ്പോൾ ഒന്ന് കഴുകിയെടുക്കുക. കഴുകി ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞ്, ഒത്തിരി അങ്ങ് പിഴിയണ്ട കേട്ടോ, ചെറുതായിട്ട് ആ വെള്ളം ഒന്ന് മാറ്റിയെടുത്ത്. അപ്പോൾ എല്ലാം റെഡിയായി കേട്ടോ. 5 മിനിറ്റേ ഉള്ളൂ. 5 മിനിറ്റ് എടുക്കുമ്പോഴത്തേന് മറ്റേ മുരിങ്ങയില എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പണിയല്ലേ. രാത്രി ഫുള്ളായിരുന്നു അത് ഊരി പറയെടുത്ത് വേണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമൊന്ന് കവറിനകത്ത് വെക്കുക. ഒരു നൈറ്റ് ഇരുത്തുക, ഒരു നൈറ്റ് വെക്കുക. നെക്സ്റ്റ് ഡേയിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് തോരൻ റെഡിയാക്കാം. കഴുകി കൊണ്ടുവരാം. കഴുകി വാരി കൊണ്ടുവന്നിട്ടുണ്ട്. കഴുകി വാരിയപ്പോൾ ഇത്ര കിട്ടിയുള്ള കണ്ടോ. പിന്നെ ചെറിയ ഇതുപോലത്തെ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചവച്ചരച്ച് തിന്നാം. കുഴപ്പമൊന്നുമില്ല കേട്ടോ, വിഷമൊന്നും അല്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടി ചതയ്ക്കാനുള്ളത് ചെറിയ ഉള്ളി. ഇപ്പം ഞാൻ ഇത്രയും ചെറിയ ഉള്ളി ഇട്ടേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ എടുക്കാം. കുറച്ച് കാന്താരിമുളക്, ജീരകം, ഒരല്ലി വെളുത്തുള്ളി. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്താൽ മതി. അരഞ്ഞു പോകണ്ട, ചതയ്ക്കുക. തോരനൊക്കെ എടുക്കത്തില്ല അതുപോലെ. അപ്പോൾ പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. കടുക്, ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. എണ്ണ ഒരു കുറച്ച് എണ്ണ, 1 സ്പൂൺ എണ്ണയൊന്നുമില്ല, ഒരു ശകല എണ്ണ. കടുക് പൊട്ടിക്കഴിഞ്ഞു. ചതച്ച് വെച്ചിരിക്കുന്നത് അരപ്പ് നല്ലതായിട്ട് വഴറ്റുക. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടിട്ടുണ്ട്. 7 മിനിറ്റ് ഇരിക്കട്ടെ. 7 മിനിറ്റ് ഇരുന്ന് അടച്ച് വെച്ച് ചെറുതീയിൽ വേവിക്കുക. അത്രയേ ഉള്ളൂ.